ഹായ് ഓൾ, എല്ലാവർക്കും QSPSC ഹസിൽ PYQയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ന്യൂ SCERT ബേസിക് സയൻസിലെ 7ാമത്തെ ചാപ്റ്റർ ഇന്ദ്രിയജാലമാണ്. 6 ചാപ്റ്റേഴ്സ് നമ്മൾ ഓൾറെഡി നോക്കിക്കഴിഞ്ഞു. അപ്പം കണ്ടിട്ടില്ലാത്തവർ പ്ലേലിസ്റ്റ് ഒന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കുക. വീഡിയോയുടെ എൻഡിലും ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തേക്കാം. ഓക്കെ, നമുക്ക് പാഠത്തിലേക്ക് പോയാലോ. ഇന്ദ്രിയജാലം. ആദ്യം തന്നെ കുറേ ജീവികളുടെ പ്രത്യേകതകൾ പറയുകയാണ്. നായ പറയുന്നു, ഞാൻ ചെറിയ ശബ്ദം പോലും തിരിച്ചറിയുന്നു. പരന്തെന്താ പറയുന്നത്, വളരെ ദൂരത്തെ ഉള്ള ഇരയെ പോലും എനിക്ക് കാണാൻ കഴിയും. ചിത്രശലഭം പറയുന്നത് നോക്കൂ, എൻ്റെ കാലുകൾ ഉപയോഗിച്ച് രുചി തിരിച്ചറിയാൻ എനിക്ക് കഴിയും. കരടി പറയുന്നത് എന്താണ്, എനിക്ക് നേരിയ ഗന്ധം പോലും തിരിച്ചറിയാൻ കഴിയും. മുതല പറയുന്നത് നോക്കൂ, എൻ്റെ ശരീരം പാറ പോലെയാണെങ്കിലും എവിടെ തൊട്ടാലും ഞാൻ അറിയും. ഓക്കെ, അപ്പം ഓരോ ജീവിയും അവരെക്കുറിച്ച് പറഞ്ഞത് വായിച്ചല്ലോ. ചുറ്റുപാടുകളെ തിരിച്ചറിയുന്നതിന് ഈ ജീവിയുള്ള പ്രത്യേക കഴിവുകളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനി കുട്ടികൾക്ക് അതിൻ്റെ ടേബിൾ പൂരിപ്പിക്കാൻ കൊടുത്തിരിക്കുകയാണ്. ഓക്കെ, കാഴ്ച, സ്പർശം, കേൾവി, ഗന്ധം, രുചി എന്നിവയിലൂടെ ചുറ്റുപാടുകളെ മനസ്സിലാക്കുന്നതിന് ഈ അവയവങ്ങൾ ജീവികളെ സഹായിക്കുന്നു. കാഴ്ച, സ്പർശം, കേൾവി, ഗന്ധം, രുചി എന്നിവയിലൂടെ ചുറ്റുപാടുകളെ മനസ്സിലാക്കുന്നതിന് ഈ അവയവങ്ങൾ ജീവികളെ സഹായിക്കുന്നു. എന്താണ് ജ്ഞാനേന്ദ്രിയങ്ങൾ? ചുറ്റുപാടുകളെ മനസ്സിലാക്കുന്നതിന് സഹായിക്കുന്ന വിവിധതരം അവയവങ്ങൾ ജന്തുക്കൾക്കുണ്ട്. ഈ അവയവങ്ങളാണ് ജ്ഞാനേന്ദ്രിയങ്ങൾ. കണ്ണ്, ചെവി, മൂക്ക്, നാക്ക്, ത്വക്ക് എന്നിവയാണ് മനുഷ്യരുടെ ജ്ഞാനേന്ദ്രിയങ്ങൾ. ഇനി കുട്ടികൾക്കൊരു ആക്ടിവിറ്റി കൊടുത്തിരിക്കുവാണ്. കണ്ണ് കെട്ടിയിട്ട് ലോക്ക് തുറക്കാൻ വേണ്ടിയിട്ട്. അപ്പം കറക്റ്റായിട്ട് തുറക്കാനൊക്കുന്നുണ്ടോ എന്ന് നോക്കാൻ പറയുകയാണ് കുട്ടികളടുത്ത്. ഓക്കെ, കണ്ണിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് പറയുകയാണ്. നമ്മുടെ കണ്ണുകൾ പോലെ തന്നെയാണോ മറ്റ് ജീവികളുടെയും കണ്ണുകൾ? കണ്ണിൻ്റെ ഈ സവിശേഷത എങ്ങനെയാണ് ജീവികൾക്ക് സഹായമാകുന്നത്? അല്ലല്ലേ, ഓരോ ജീവികളുടെയും കണ്ണുകൾ ഓരോ തരത്തിലാണ്, ഓരോ ഭാഗത്തായിട്ടാണ് ഇരിക്കുന്നത് അല്ലേ. നോക്കിയേ, തലയുടെ മുൻവശത്ത് കണ്ണുകളുള്ള ജീവികൾക്ക് വസ്തുവിൻ്റെ സ്ഥാനവും അകലവും കൃത്യമായി തിരിച്ചറിയാൻ കഴിയുന്നു. മുൻവശത്ത് കണ്ണുകളുള്ള ജീവികൾക്ക് വസ്തുവിൻ്റെ സ്ഥാനവും അകലവും കൃത്യമായിട്ട് തിരിച്ചറിയാൻ കഴിയുന്നു. ഓക്കെ, കടുവ, സിംഹം തുടങ്ങിയ ജീവികളുടെ ഈ പ്രത്യേകത അവയെ ഇര പിടിക്കാൻ സഹായിക്കുന്നു. അപ്പം മുൻവശത്ത് കണ്ണുകളുള്ള ജീവികൾക്ക് എന്ത് ചെയ്യുന്നു? ഇര പിടിക്കാനായിട്ട് സഹായകമാകുന്നു. തലയുടെ വശങ്ങളിൽ കണ്ണുകളുള്ള ജീവികൾക്ക് 2 വശങ്ങളിലുള്ള കാഴ്ച സാധ്യമാകുന്നു. നോക്കി, ആടും മാനിനുമൊക്കെ അല്ലേ, 2 വശങ്ങളിലുള്ള കാഴ്ച സാധ്യമാകുന്നു. മാൻ, മുയൽ തുടങ്ങിയ ജീവികൾക്ക് ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാൻ ഈ പ്രത്യേകത സഹായിക്കുന്നു. ഇനി പൂച്ചയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. പൂച്ചയുടെ കണ്ണിലെ കൃഷ്ണമണി പകൽ വെളിച്ചത്തിൽ ചുരുങ്ങിയതും രാത്രിയിൽ പരമാവധി വികസിച്ചും കാണുന്നു. നേരിയ വെളിച്ചത്തിൽ പോലും അവയ്ക്ക് കാഴ്ച സാധ്യമാകും. പൂച്ചയുടെ കണ്ണുകൾക്ക് പ്രത്യേകതരം കോശങ്ങളുടെ ഒരു പാളിയുണ്ട്. അതാണ് രാത്രിയിൽ കണ്ണുകളുടെ തിളക്കത്തിന് കാരണം. രാത്രിയിൽ ഇര തേടുന്ന പല ജീവികളുടെയും കണ്ണുകൾക്ക് ഈ പ്രത്യേകതയുണ്ട് അല്ലേ. നമുക്ക് കാണാനൊക്കും, പൂച്ച എവിടെ ഇരുന്നാലും പൂച്ചയുടെ കണ്ണിരുന്ന് തിളങ്ങുന്നത് നമുക്ക് നന്നായിട്ട് കാണാനൊക്കും അല്ലേ. അപ്പം എന്തുകൊണ്ടാണത്? പൂച്ചയുടെ കണ്ണുകളിൽ ഒരു പ്രത്യേകതരം കോശങ്ങളുടെ ഒരു പാളിയുണ്ട്. അതാണ് രാത്രിയിൽ കണ്ണുകളുടെ തിളക്കത്തിന് കാരണം. അപ്പം പകൽ കൃഷ്ണമണി ചുരുങ്ങിയതും രാത്രിയിൽ എന്തായിരിക്കും? വികസിച്ചു ഇരിക്കും. എന്നിട്ട് ഈ കോശങ്ങളുടെ പാളി എന്താക്കും? നല്ല തിളക്കമുള്ളതാക്കും. അപ്പം നമുക്ക് പൂച്ചയുടെ കണ്ണുകൾ നല്ല വ്യക്തമായിട്ട് കാണാൻ കഴിയും. അപ്പം പല ജീവികൾക്കും കണ്ണുകൾക്ക് ഈ പ്രത്യേകതയുണ്ട്. ഓക്കെ, അടുത്തത് മൂങ്ങ. മൂങ്ങയുടെ തലയ്ക്ക് നേരെ മുൻഭാഗത്തായിട്ടാണ് വലിയ 2 കണ്ണുകളുള്ളത്. കഴുത്ത് പുറകോട്ട് തിരിച്ച് പുറകിലെ കാഴ്ചകൾ കാണാനും മൂങ്ങയ്ക്ക് സാധിക്കും. ഓക്കെ, പുറകോട്ട് തിരിച്ചു കഴിഞ്ഞാൽ പുറകിലുള്ള കാഴ്ചകളെല്ലാം നന്നായിട്ട് കാണാൻ സാധിക്കും. എന്തുകൊണ്ടാ? മുൻവശത്തായതുകൊണ്ട് കണ്ണ്. അടുത്ത് നോക്കിയേ, മരയോന്ത്. മരയോന്തിന് ഒരേ സമയം കണ്ണുകളെ വ്യത്യസ്ത ദിശകളിലേക്ക് ചലിപ്പിച്ച് ചുറ്റുമുള്ള കാഴ്ചകൾ കാണാൻ കഴിയുന്നു അല്ലേ. നമുക്കൊക്കെ ഒരു ദിശയിലോട്ട് ചലിപ്പിക്കാൻ കഴിയത്തുള്ളൂ. മരയോന്തിന് എങ്ങനെയാണ്? വ്യത്യസ്ത ദിശയിലേക്ക് ചലിപ്പിച്ച് ചുറ്റുമുള്ള കാഴ്ചകൾ കാണാൻ കഴിയും. ഇനി ചെങ്കണ്ണ് പടരുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു ന്യൂസ് കട്ടിങ് കൊടുത്തിരിക്കുകയാണ്. എന്തൊക്കെയാണ് ചെങ്കണ്ണിൻ്റെ ലക്ഷണങ്ങൾ കുട്ടികളുടെ അടുത്ത് ചോദിച്ചിരിക്കുകയാണ്. എന്തൊക്കെയാണ്? കണ്ണിൽ വേദന വരുന്നു, പിന്നെ കണ്ണിൽ സൂര്യപ്രകാശത്തിൽ നോക്കാൻ കഴിയാതെ വരുന്നു, കണ്ണ് നീര് വെച്ചിട്ട് കണ്ണ് പഴുക്കുന്നു, പീള കെട്ടുന്നു അല്ലേ. അതൊക്കെയാണ് ചെങ്കണ്ണിൻ്റെ ലക്ഷണങ്ങൾ. കണ്ണിൽ നിന്ന് വെള്ളം വരുന്നു. ഓക്കെ, കണ്ണിനെ ബാധിക്കുന്ന മറ്റെന്തെല്ലാം അസുഖങ്ങൾ അറിയാം? എന്തൊക്കെ അറിയാം? നിശാന്തതയുണ്ട്, സെറോഫ്താൽമിയ ഉണ്ട്, ഗ്ലോക്കോമയുണ്ട്, തിമിരമുണ്ട് അല്ലേ. ഇതെല്ലാം കണ്ണിനെ ബാധിക്കുന്ന അസുഖങ്ങളാണ്. ഇനി നോക്കിയേ, സ്നെല്ലൻ ചാർട്ട്. കാഴ്ച പരിശോധിക്കാൻ സാധാരണയായി ഉപയോഗിച്ചു വരുന്ന ഈ ചാർട്ടിൽ പല വലുപ്പത്തിലുള്ള അക്ഷരങ്ങളാണുള്ളത്. മുകളിൽ നിന്ന് താഴേക്ക് വരുംതോറും വലുപ്പം കുറഞ്ഞു വരുന്ന രീതിയിലാണ് അക്ഷരങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്. 1862 ഡച്ച് നേത്രരോഗ വിദഗ്ധനായ ഹെർമൻ സ്നെല്ലറാണ് ഇത് തയ്യാറാക്കിയത്. അപ്പം കണ്ണ് ടെസ്റ്റ് ചെയ്യാൻ പോയിട്ടുള്ളവർക്കറിയാം അല്ലേ, സ്നെല്ലാസ് ചാർട്ട്. കാഴ്ച പരിശോധിക്കാൻ സാധാരണയായി ഉപയോഗിച്ചു വരുന്നതാണ്. ആദ്യമേ വലിയ അക്ഷരവും പിന്നെ താഴോട്ട് വരുമ്പോഴത്തേക്കും കുഞ്ഞു അക്ഷരങ്ങളും ആയിരിക്കും. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മുടെ കാഴ്ച പരിശോധിച്ച്
നമ്മൾ അറിയുന്നത്. ഓക്കെ, സ്നെല്ലർ സ്റ്റാർട്ട് എത്ര ദൂരത്ത് നിന്നാണ് നമ്മൾ വായിക്കേണ്ടത്? എത്ര അകലെ നിന്നാണ് സ്നെല്ലർ സ്റ്റാർട്ട് വായിക്കേണ്ടത്? 6 മീറ്റർ അകലത്തിൽ നിന്നാണ് സ്നെല്ലർ സ്റ്റാർട്ട് വായിക്കേണ്ടത്. എത്ര വരികളിലായിട്ടാണ് അടുക്കിയേക്കുന്ന അക്ഷരം? 7 വരികളിലായിട്ടാണ് അക്ഷരം അടുക്കിയേക്കുന്നത്. ഓക്കെ, അത് ഓൾഡ് SCERTയിലുള്ള ഒരു ഫാക്റ്റാണ്. 1862 ഡച്ച് നേത്രരോഗ വിദഗ്ധനായ ഹെർമൻ സ്നെല്ലറാണിത് തയ്യാറാക്കിയത്. ശരി, ഇനി തീവണ്ടിയിലെ സീറ്റ് നമ്പറും ഫുട്പാത്തിലെ ടൈലും ഒക്കെ കാണിച്ചിരിക്കുന്നു. ഇവയെല്ലാം എന്തിന്? കണ്ണ് കാണാത്തവർക്ക് തിരിച്ചറിയാൻ വേണ്ടിയിട്ട്, സ്ഥലങ്ങൾ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ്. ഓക്കെ, ഇനി കാഴ്ചയ്ക്ക് വെല്ലുവിളി നേരിടുന്നവർ. എന്തൊക്കെ സാധനങ്ങളാണ് ഇവർക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ളത്? കാഴ്ചയ്ക്ക് വെല്ലുവിളി നേരിടുന്നവർക്ക് ബ്രെയിലി ലിപി ഉണ്ട് അല്ലേ? ബ്രെയിലി ലിപി. ആരാണ് ബ്രെയിലി ലിപി കണ്ടെത്തിയത്? ലൂയിസ് ബ്രെയിലിയാണ്. ലൂയിസ് ബ്രെയിലി. പിന്നെ എന്തൊക്കെയുണ്ട്? ടാക്ടൈൽ വാച്ച് ഉണ്ട്, ടോക്കിംഗ് വാച്ച് ഉണ്ട്, ആപ്പുകളുണ്ട്. ലുക്ക് ഔട്ട് ആപ്പ്, ടോക്ക് ബാക്ക് ആപ്പ് പോലുള്ള ആപ്പുകളുണ്ട്. പിന്നെ കുറേ ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സുകളൊക്കെ ഉണ്ട് അല്ലേ? ശാസ്ത്ര സാങ്കേതിക വിദ്യകളിലുള്ള വളർച്ച ഇവയിൽ വരുത്തിയ മാറ്റങ്ങൾക്ക് ഉദാഹരണമാണ് സ്മാർട്ട് കെയിനും ഡിജിറ്റൽ ബ്രെയിൻ സ്ലേറ്റും. ഓക്കെ, എന്താണ് സ്മാർട്ട് കെയിൻ? സ്മാർട്ട് കെയിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് നോക്കൂ. കൂടുതൽ എളുപ്പത്തിൽ വഴി കണ്ടെത്താൻ സഹായിക്കുന്നു. അൾട്രാസോണിക് അല്ലെങ്കിൽ ഇൻഫ്രാറെഡ് സെൻസറുകൾ ഉപയോഗിച്ച് തത്സമയം തടസ്സങ്ങൾ കണ്ടെത്താനാകും. ഓക്കെ, സ്മാർട്ട് കെയിനുകൾക്ക് ബ്ലൂടൂത്ത് വഴി സ്മാർട്ട് ഫോണുകളിലേക്കോ മറ്റു ഉപകരണങ്ങളിലേക്കോ കണക്ട് ചെയ്യാനാകും. താഴെ വീഴുകയും എഴുന്നേൽക്കാൻ കഴിയാതെ വരികയും ചെയ്താൽ ബന്ധപ്പെട്ടവരെ വിവരമറിയിക്കുന്നു. ക്രമീകരിക്കാവുന്ന ഉയരം, വ്യത്യസ്ത ഹാൻഡിൽ ഗ്രിപ്പുകൾ, വിവിധ സെൻസറി ഫീഡ്ബാക്ക് ക്രമീകരണങ്ങൾ, യാത്രാദൂരം, നടത്താ വേഗത, നേരിടുന്ന തടസ്സങ്ങളുടെ വിവരങ്ങൾ തുടങ്ങിയവ ശേഖരിക്കാൻ ഇവയ്ക്ക് കഴിയും. ഇനി കുട്ടികൾക്ക് ഉപദേശം കൊടുക്കുകയാണ്. സൂക്ഷിച്ചാൽ മതി, ദീർഘനാൾ കാണാം. നമുക്കുള്ള ഉപദേശമാണല്ലേ. എന്തൊക്കെയാണ്? കണ്ണുകൾ തിരുമാതിരിക്കുക, മങ്ങിയ വെളിച്ചത്തിൽ TV കാണാതിരിക്കുക, കണ്ണിനുള്ളിൽ സ്പർശിക്കാതിരിക്കുക, ദീർഘസമയം മൊബൈൽ ഫോൺ, കമ്പ്യൂട്ടർ, TV തുടങ്ങിയവ ഉപയോഗിക്കാതിരിക്കുക, മറ്റുള്ളവർ ഉപയോഗിച്ച തൂവാലകൾ ഉപയോഗിക്കാതിരിക്കുക, ആവശ്യത്തിന് വെളിച്ചം ലഭിക്കുന്ന സ്ഥലത്ത് ചെന്ന് വായിക്കുക, കണ്ണിൻ്റെ പ്രശ്നങ്ങൾ നേരത്തെ തിരിച്ചറിയാൻ ഇടയ്ക്കിടയ്ക്ക് കാഴ്ചാ പരിശോധന നടത്തുക, ഇലക്കറികളും പഴങ്ങളും പച്ചക്കറികളും അടങ്ങിയ ആഹാരം കഴിക്കുക. ഇനി കേട്ടറിഞ്ഞ്. കാഴ്ചയോടൊപ്പം കേൾവിയും ചേരുമ്പോഴല്ലേ നമുക്ക് ചുറ്റുപാടിനെ നന്നായി മനസ്സിലാക്കാൻ പറ്റുന്നത്. കേൾക്കാൻ സഹായിക്കുന്ന ഇന്ദ്രിയമായ ചെവി സംരക്ഷിക്കുന്നതിന് നമ്മൾ വേണ്ടത്ര പ്രാധാന്യം നൽകുന്നുണ്ടോ? ഓക്കെ, അവിടെ ഒരു കോൺവെർസേഷൻ കൊടുത്തിരിക്കുന്നു. അയ്യോ ചെവി വേദനിക്കുന്നു. അപ്പോൾ അമ്മ പറയുന്നു വാ ഡോക്ടറെ കാണാം. അപ്പോൾ മുത്തശ്ശൻ അപ്പുറത്തിരുന്നത് പറയുന്നു കുറച്ച് എണ്ണ ചൂടാക്കി ഒഴിച്ചോളൂ എന്ന് പറയുകയാണ്. മുത്തശ്ശൻ നിർദ്ദേശിച്ചത് ശരിയായ പരിഹാരമാണോ? പണ്ടുള്ളവരൊക്കെ എണ്ണയൊക്കെ ചൂടാക്കി ഒഴിക്കാറുണ്ടല്ലേ ചെവി വേദന വരുമ്പം. ഇത്തരം സന്ദർഭങ്ങളിൽ നാം എന്താണ് ചെയ്യേണ്ടത്? ഓക്കെ, നേരിട്ടും ഫോൺ വഴിയും ആരോഗ്യ വിദഗ്ധരുടെ സേവനം എല്ലായിടത്തും ലഭ്യമാകുന്ന ഇക്കാലത്ത് ശാസ്ത്രീയ അടിത്തറയില്ലാത്ത ചികിത്സാ രീതികൾ പിന്തുടരരുത്. ആരോഗ്യ വിദഗ്ധരുടെ നിർദ്ദേശപ്രകാരം മാത്രമേ ചെവിയിൽ മരുന്നുകൾ ഉപയോഗിക്കാവൂ. സ്വയം ചികിത്സ അപകടമാണ്. കേൾവി നഷ്ടപ്പെടാൻ പോലും ഇത് കാരണമാകും. ചെവിക്കുള്ളിൽ വെള്ളം കയറുന്നത് ചെവിയിൽ അണുബാധ ഉണ്ടാക്കാമെന്നറിയുമോ? ചിലർ ചെവിയിൽ വെള്ളം കോരി ഒഴിക്കും അല്ലേ? അപ്പം ചെവിക്കുള്ളിൽ വെള്ളം കയറുന്നത് എന്തിന് കാരണമാകും? ഇൻഫെക്ഷൻ ഉണ്ടാകാൻ കാരണമാകും. ഇത് ചെവിവേദനയ്ക്കും ചിലപ്പോൾ കേൾവിക്കുറവിനും കാരണമായേക്കാം. കേൾവിക്കുറവിന് വരെ കാരണമായേക്കാം. ഓക്കെ, ഇത്തരം പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം? പെൻസിൽ, പേന, തീപ്പെട്ടിക്കൊള്ളി, സേഫ്റ്റി പിൻ തുടങ്ങിയ ഒരു വസ്തുവും ചെവിയിലിടരുത്. ഇതെല്ലാവർക്കും ഉള്ള സ്വഭാവമാണല്ലേ. ചുമ്മാ ഇരിക്കുമ്പോൾ ചെവിക്കകത്ത് ഇങ്ങനെ എന്തെങ്കിലും ഇട്ട് കിടക്കും. അപ്പോൾ അതൊന്നും ചെയ്യാൻ പാടില്ല എന്ന് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. പിന്നീട് എന്താണ്? വെള്ളമൊന്നും കോരി ഒഴിക്കരുത്. വേദന വരുമ്പം എണ്ണയൊന്നും ചൂടാക്കി ചെവിയിലൊഴിക്കാൻ പാടില്ല. ഇനി ശ്രവണ സഹായികൾ. പല കാരണങ്ങളാലും കേൾവി തകരാറുണ്ടാകാറുണ്ട്. ഇത് പരിഹരിക്കാനുള്ള ഉപകരണങ്ങളാണ് ശ്രവണ സഹായികൾ. എന്താണ്? ഹിയറിംഗ് എയ്ഡ്സ്. ശബ്ദത്തിൻ്റെ ഉച്ചത കൂട്ടാനും വ്യക്തത വരുത്താനും പ്രത്യേക സംവിധാനങ്ങളുള്ള വിവിധതരം ശ്രവണ സഹായികൾ ഇന്ന് ലഭ്യമാണ്. കോക്ലിയർ ഇംപ്ലാന്റ് ശസ്ത്രക്രിയ. ജന്മനാ ഉള്ള കേൾവി തകരാറുകൾ പരിഹരിക്കാനുള്ള മാർഗമാണ് കോക്ലിയർ ഇംപ്ലാന്റ് ശസ്ത്രക്രിയ. ചെവിക്കുള്ളിലെ കോക്ലിയ മാറ്റിവെക്കുന്ന ശസ്ത്രക്രിയയാണിത്. ഗവൺമെൻറ്റിൻ്റെ പദ്ധതിയുണ്ടല്ലേ, ശ്രുതി തരംഗം പോലുള്ള പദ്ധതികൾ കോക്ലിയ ഇംപ്ലാന്റേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ളത്. പിന്നെ ശലഭം പദ്ധതിക്കകത്ത് നവജാത ശിശുക്കൾക്കുള്ള വൈകല്യങ്ങളെല്ലാം ടെസ്റ്റ് ചെയ്യും. അപ്പം അതിൽ കേൾവി തകരാറും ടെസ്റ്റ് ചെയ്യാറുണ്ട്. ന്യൂബോൺ ബേബി സ്ക്രീനിങ് ആണ് ശലഭം പദ്ധതി. ഓക്കെ, അങ്ങനെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും ഒരുപാട് പദ്ധതികളൊക്കെ ഉണ്ട്. ഇനി മണമറിയാൻ. ഹായ് നല്ല മണം ഒരാളിരുന്ന് പറയുന്നു. അപ്പം സിബ്ലിംഗ് എന്തോ പറയുന്നു? ജലദോഷമുള്ളത് കൊണ്ട് എനിക്ക് മണം കിട്ടുന്നില്ല എന്ന് പറയുവാണ്. അപ്പം എന്തായിരിക്കും ജലദോഷം വരുമ്പോൾ മണമറിയാതിരിക്കാനുള്ള കാരണം?
മൂക്കിനുള്ളിൽ എപ്പോഴും ഈർപ്പം അനുഭവപ്പെടാറില്ലേ? ഒരു സ്രവം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതാണ് ഇതിന് കാരണം. അപ്പോൾ മൂക്കിനുള്ളിൽ എന്ത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു? ഒരു സ്രവം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. മൂക്കിലെത്തുന്ന പൊടിപടലങ്ങളും രോഗാണുക്കളും നീക്കം ചെയ്യാലാണ് ഈ സ്രവത്തിൻ്റെ ധർമ്മം. വൈറസ് ബാധ ഉണ്ടാകുമ്പോൾ ഈ സ്രവം കൂടുതൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന അവസ്ഥയാണ് ജലദോഷം. കൂടുതൽ സ്രവം ഉണ്ടാകുമ്പോൾ മണമറിയാൻ സഹായിക്കുന്ന കോശങ്ങളിലേക്ക് ഗന്ധകണികകൾ എത്താതാവും. അതുകൊണ്ടാണ് മണമറിയാത്തത്. അപ്പം ഇതൊക്കെ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് വേണമെങ്കിൽ നമുക്ക് ചോദിക്കാം. ഓക്കെ. മണമറിയാൻ മാത്രമല്ല ശ്വസിക്കാനും മൂക്ക് ആവശ്യമല്ലേ? മൂക്കിൻ്റെ സംരക്ഷണത്തിനായി എന്തൊക്കെ ശ്രദ്ധിക്കണം? മൂക്കിൽ യാതൊരുവിധ വസ്തുക്കളും ഇടരുത്. ശക്തിയായി മൂക്ക് ചീറ്റരുത്. തുമ്മുമ്പോഴും ചുമയ്ക്കുമ്പോഴും വൃത്തിയുള്ള തൂവാല കൊണ്ട് വായും മൂക്കും പൊത്തിപ്പിടിക്കുക. ഒരാൾ ഉപയോഗിച്ച തൂവാല മറ്റുള്ളവർ ഉപയോഗിക്കരുത്. ഇനി അടുത്തതായിട്ട് രുചിയെക്കുറിച്ച് പറയുകയാണ്. ഭക്ഷണ പദാർത്ഥങ്ങൾ ഉമിനീരിലലിഞ്ഞ് നാവിലുള്ള സ്വാദുമുകളങ്ങളെ ഉത്തേജിപ്പിക്കുമ്പോഴാണ് നമ്മൾ രുചി അറിയുന്നത്. ഇനി ആഹാരവും അതിൻ്റെ രുചികളും ഫില്ല് ചെയ്യാനായിട്ട് ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. നാവിൻ്റെ ആരോഗ്യത്തിനായി നാം എന്തെല്ലാം ശ്രദ്ധിക്കണം? ചൂടോ തണുപ്പോ അധികമുള്ള വസ്തുക്കൾ കഴിക്കരുത്. ശക്തിയായി നാവ് വടിക്കരുത്. ഇനി തൊട്ടറിഞ്ഞ് സെൻസ് ചെയ്യുന്ന കാര്യം പറഞ്ഞിരിക്കുകയാണ്. സ്പർശനത്തിലൂടെ വസ്തുക്കളെ തിരിച്ചറിയാൻ സഹായിക്കുന്ന അവയവമാണ് ത്വക്ക്. ചൂട്, തണുപ്പ് തുടങ്ങിയവ അറിയുന്നതിന് ത്വക്ക് സഹായിക്കുന്നു. ശരീരത്തിലെ ഏറ്റവും വലിയ അവയവമാണ് ത്വക്ക്. ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം ഏതാണ്? ത്വക്ക്. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ശരീരത്തിനുള്ളിലേക്ക് രോഗാണുക്കൾ പ്രവേശിക്കാതെ ത്വക്ക് തടയുന്നു. ശരീരത്തിൻ്റെ ചൂട് നിയന്ത്രിക്കുന്നതിനും വിയർപ്പിലൂടെ മാലിന്യം പുറന്തള്ളുന്നതിനും ത്വക്കിന് പങ്കുണ്ട്. അപ്പം ശരീരത്തിലെ ഏറ്റവും വലിയ അവയവമാണ് ത്വക്ക്. ശരീരത്തിലെ ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യാൻ, അല്ലേ, ചൂട് നിയന്ത്രിക്കുന്നതിലും വിയർപ്പിലൂടെ മാലിന്യം പുറന്തള്ളുന്നതിനും ത്വക്കിന് പ്രധാന പങ്കുണ്ട്. ത്വക്കിൻ്റെ സംരക്ഷണം എന്തെല്ലാം ശ്രദ്ധിക്കണം? ത്വക്ക് വൃത്തിയായി സൂക്ഷിക്കണം. ആവശ്യത്തിന് വെള്ളം കുടിക്കണം. ത്വക്കിൻ്റെ ആരോഗ്യത്തിന് സഹായിക്കുന്ന ഇലക്കറികൾ, പഴങ്ങൾ എന്നിവ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം. ഓക്കെ. അപ്പം ഇത്രയുമാണ് ഈ ചാപ്റ്റർ. വളരെ ചെറിയ ഒരു ചാപ്റ്ററാണ്. നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഓൾഡ് SCERTയിലെ ചാപ്റ്ററും കൂടെ നോക്കിയാലോ? ഓൾഡ് SCERTയിൽ 5th സ്റ്റാൻഡേർഡിലെ 7ാമത്തെ ചാപ്റ്റർ അറിവിൻ്റെ ജാലകങ്ങൾ എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ ഉണ്ട്. കുറച്ച് പോയിൻറ്റ്സ് ഉണ്ട്. അതും കൂടെ നമുക്ക് ജസ്റ്റ് ഒന്ന് വായിച്ചങ്ങ് പോകാം. ഓക്കെ. നാം ഒരു വസ്തുവിനെ കാണുമ്പോൾ പ്രതിബിംബം രൂപപ്പെടുന്നത് എവിടെയാണ്? റെറ്റിനയിലാണ് നമ്മൾ കാണുമ്പോൾ പ്രതിബിംബം രൂപപ്പെടുന്നത്. രണ്ട് കണ്ണും ഒരേ സമയം ഒരേ ബിന്ദുവിൽ കേന്ദ്രീകരിച്ച് കാണാൻ കഴിയുന്നതിനെ എന്ത് പറയുന്നു? ദ്വിനേത്ര ദർശനം എന്ന് പറയുന്നു. ദ്വിനേത്ര ദർശനം എന്ന് പറയുന്നു. ഓക്കെ. ഇനി എംബോർഡഡ് മാപ്പുകൾ എന്നാൽ എന്താണ്? എംബോർഡഡ് മാപ്പുകൾ പശയിൽ മുക്കിയ നൂലും മണലും ഉപയോഗിച്ച് സ്പർശിച്ചറിയാവുന്ന മാപ്പുകളാണ് എംബോർഡഡ് മാപ്പുകൾ. നേരത്തെ ടാക്ടൈൽ വാച്ച്, ടോക്കിംഗ് വാക്സ് ഒക്കെ നമ്മൾ കണ്ണ് കാണാൻ വയ്യാത്തവർക്ക് ഹെൽപ്പ് ആവുന്നതെന്ന് പറയുന്നില്ലേ? അതുപോലെയുള്ള ഒരു സംഭവമാണ് ഈ എംബോർഡഡ് മാപ്പുകൾ. എന്താണ്? പശയിൽ മുക്കിയ നൂലും മണലും ഉപയോഗിച്ച് സ്പർശിച്ച് അറിയാവുന്ന ഭൂപടങ്ങളെയാണ് എംബോർഡഡ് മാപ്പുകൾ എന്ന് പറയുന്നത്. ഇനി പാമ്പുകൾക്ക് വായുവിലൂടെ വരുന്ന ശബ്ദം കേൾക്കുവാൻ കഴിയുന്നില്ല. എന്നാൽ പ്രതലത്തിലൂടെ വരുന്ന ശബ്ദം തിരിച്ചറിയാൻ കഴിയുന്നു. കാരണം എന്താണ്? പാമ്പുകൾക്ക് ബാഹ്യകർണമില്ല, അല്ലേ? പാമ്പുകൾക്ക് ആന്തരകർണമുള്ളതിനാലാണ് പ്രതലത്തിലൂടെ വരുന്ന ശബ്ദം തിരിച്ചറിയാൻ കഴിയുന്നത്. ഇനി ഘ്രാണശക്തി കൂടിയ ജീവി ഏതാണ്? സ്രാവ്. ഘ്രാണശക്തി കൂടിയ ജീവി ഏതാണ്? സ്രാവാണ്. പാമ്പ് മണം തിരിച്ചറിയുന്നത് എന്തുകൊണ്ടാണ്? നാക്കുകൊണ്ടാണ് പാമ്പ് മണം തിരിച്ചറിയുന്നത്. ഓക്കെ. അപ്പോൾ ഇങ്ങനെ കുറച്ച് പോയിൻറ്റ്സാണ് ഓൾഡ് SCERTക്കകത്തുള്ളത്. ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. അപ്പം ക്ലാസ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോയ്ക്കൊന്ന് ലൈക്ക് ചെയ്യുക. ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ. ഇനി നമ്മുടെ ചാനലിൽ PYQ ക്വസ്റ്റ്യൻസ് ആൻഡ് റിലേറ്റഡ് ഫാക്ട്സ് ഡിസ്കഷൻ ചെയ്യുന്നുണ്ട്. റീസെൻ്റായിട്ട് ഇപ്പം 2025 ചെയ്തുകൊണ്ടിരിക്കുന്നത്. റീസെൻ്റായിട്ട് PSC നടത്തിയ 2025 നടത്തിയ എല്ലാ PYQ ക്വസ്റ്റ്യൻസും ഇൻക്ലൂഡിങ് ടെക്നിക്കൽ എക്സാംസ്, സ്പെഷ്യൽ എക്സാംസ് ആൻഡ് ജനറൽ PSC എക്സാംസ് നമ്മൾ ചെയ്യുന്നുണ്ട് വിത്ത് റിലേറ്റഡ് ഫാക്ട്സ്. അതും കൂടെ നിങ്ങൾ കയറി കണ്ട് നോക്കുക. ഞാൻ പ്ലേലിസ്റ്റ് ഇവിടെ കൊടുത്തേക്കാം. ഓക്കെ. അപ്പം വീഡിയോ ഒക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയ PYQ ഡിസ്കഷനും SCERT ക്ലാസ്സസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഓൾ.